മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ അവതരിച്ച ദിവ്യകുമാരൻ്റെ പരിത്രാണ കർമ്മത്തിൽ പങ്കുചേരുവാൻ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം യൗസേപ്പ് പിതാവിനെയും പങ്കാളിയാക്കാൻ ദൈവപിതാവ് തിരുമനസ്സായി. അദ്ദേഹം ഈ ജീവിതയാത്രയിൽ പങ്കാളിയായത് സുഖകരമായ വഴികളിലൂടെ ആയിരുന്നില്ല, മറിച്ച് അരക്ഷിതാവസ്ഥകളിലൂടെയുള്ള ഒരു പ്രയാണമായിരുന്നു. ദൈവപുത്രന് ജനിക്കുവാൻ ഒരിടം തേടി ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തപ്പോഴും ദൈവകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ച നിമിഷവും ഈജിപ്തിലേക്ക് മകൻ്റെ പ്രാണനു വേണ്ടി ഓടിയപ്പോഴും അവിടുന്ന് തിരിച്ചു വരുമ്പോഴും അദ്ദേഹം വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയിരുന്നു. എങ്കിലും മനോധൈര്യം നഷ്ടപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഈ പുണ്യപിതാവിൻ്റെ ധീരതയാർന്ന വിശ്വാസം നിറഞ്ഞ ഈ ജീവിതം നമുക്കൊക്കെ മാതൃകയാകട്ടെ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം നമ്മുടെ ജീവിത വഴികളിൽ നാം ഏറെ അനുഭവിച്ചിട്ടുണ്ട്. ഇത്തരുണത്തിൽ ഒരു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരീക്ഷയിൽ പരാജയപ്പെട്ട ഒരു മകൻ മനം നൊന്ത് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ്റെ വിയോഗത്തിൽ വേദനിച്ചിരുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും പ്രാർത്ഥനയിലൂടെയും അന്വേഷണത്തിലൂടെയും നടന്നു നീങ്ങി. എങ്കിലും കാണാതെ അവസാനം അവർ യൗസേപ്പ് പിതാവിൽ അഭയം പ്രാപിച്ചു. നവനാൾ നടത്തി 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് അവർക്ക് ലഭിച്ചു. ആ കത്തിൽ ഇപ്രകാരമായിരുന്നു: 2-3 ദിവസമായി എനിക്ക് നിങ്ങളെക്കുറിച്ച് വലിയ വേദനയും കാണാനുള്ള ഉത്കടമായ ദാഹവും ഉണ്ടാകുന്നു. ഞാൻ തിരിച്ചു വന്നാൽ നിങ്ങളെന്നെ സ്വീകരിക്കുകയില്ലേ? പ്രിയമുള്ളവരെ, യൗസേപ്പ് പിതാവിനെ തേടിയവരാരും യൗസേപ്പ് പിതാവിനെ വിളിച്ചവരാരും പരാജിതരായിട്ടില്ല. ആ പുണ്യനാഥൻ്റെ പക്കൽ നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്ദി.